വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് മതം ചോദിച്ച് അവരുടെ അടിവസ്ത്രം ഊരി നോക്കി കൊല്ലപ്പെടുത്തിയപ്പോൾ പ്രധാനമായിട്ടും ഈ പാകിസ്ഥാനും ഭീകരവാദികൾക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം വളരെ ക്ലിയർ ആണ്. അതായത് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് കൊന്നിട്ട് പോയി നിന്റെ നരേന്ദ്രമോദിയോട് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം വയലൻസ് ഉണ്ടാകണം, ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു കയറി രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്ത് കടന്നു കയറാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുന്നത്. പല രാജ്യങ്ങളും ശ്രമിച്ചതാണ് ഇതുപോലെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാൻ, ഒന്നും സംഭവിച്ചില്ല. അതിലൊക്കെ വളരെ വിജിലന്റ് ആയിട്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ മുസ്ലിം ആയിരുന്നാലും നമ്മുടെ രാജ്യത്തെ ഹിന്ദു ആയിരുന്നാലും ഈ രാജ്യത്ത് ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ പിന്തുണ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ അവരുടെ വെറും നാടകമാണ് എന്ന് പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ ഇന്ന് ചില അതെനിക്ക് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പറയാതെ നിർവാഹമില്ല എന്നുള്ളതാണ്. ചില പേപ്പട്ടികളിൽ നിന്ന് കുരയ്ക്കുന്നുണ്ട്, ചാനൽ ചർച്ചകളിൽ നിന്നുണ്ട്. ഇവന്മാരെ നിരോധിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും വലിയ രീതിയിലുള്ള ആക്രോശം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാറുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇവന്മാർ ചെയ്യുന്ന ദ്രോഹം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ആ കമ്മ്യൂണിറ്റിയെ എങ്ങനെയൊക്കെ ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്താം, ആ കമ്മ്യൂണിറ്റിയെ എങ്ങനെയൊക്കെ ഈ രാജ്യത്ത് തളർത്താം എന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചു താഴ്ത്തിയിടാം എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു ചാനൽ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. കഴിഞ്ഞ ദിവസം അടുപ്പൂട്ട് ചർച്ചയിൽ അവർ പറയുകയാണ്, ബീഹാറിൽ ഇലക്ഷൻ വരുന്നത് കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്, ഇതൊക്കെ വെറും നാടകമാണ് എന്ന് അങ്ങ് തുറന്നടിക്കുകയാണ്. അപ്പൊ ആ ചർച്ച കണ്ടപ്പോൾ ഇവന്മാർക്കൊന്നും ഒരു വകതിരിവ്, ഇവന്മാർ ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത് ചില്ലറയൊന്നുമല്ല എന്ന് എനിക്കത് അതിഭീകരമായിട്ട് തോന്നിപ്പോവുകയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വരുന്നത് ഹമാസിന് ഈ അറ്റാക്കിൽ പങ്ക് തച്ചിരുന്ന് ന്യായീകരിക്കുകയാണ് ഹമാസിനെ. നമുക്കറിയാം ഹമാസിനെ ഇപ്പോ കേന്ദ്രം നിരോധിക്കാൻ പോകുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മൊസാദിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് നമ്മുടെ രാജ്യം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ഇവിടെ ഹമാസിന്റെ തിടമ്പേറ്റിയവന്മാരുണ്ട്, ഇവിടെ ഹമാസിന് വിളിക്കുന്നവന്മാരുണ്ട്, ഹമാസ് നേതാക്കളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചവന്മാരുണ്ട്. അവന്മാർക്കെല്ലാം ഈ ചാനൽ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല എന്നുള്ളതാണ്. സത്യം പറയട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ, യവന്മാരെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമില്ലേ? നമ്മുടെ രാജ്യത്ത് RSSന് നട്ടലില്ലേ? നമ്മുടെ രാജ്യത്ത് BJPക്ക് നട്ടലില്ലേ യവന്മാരെ നിയന്ത്രിക്കാൻ? ഇവന്മാരുണ്ടാക്കുന്ന ഈ ഡാമേജ് ചില്ലറയൊന്നുമല്ല എന്നുള്ളത്. രാജ്യത്തെ സകല മുസ്ലിങ്ങളും, ഞാൻ പറയട്ടെ, അവിടെ ഈ ആക്രമണത്തിൽ ഈ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാനായിട്ട് അവിടെ മുന്നിട്ടിറങ്ങിയത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ആ ഒരു ഇതിനിടയിൽ ഭീകരരുടെ തോക്ക് തട്ടിപ്പറിച്ച് വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പഹൽഗാമിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ അവിടെ മരിച്ചു വീണിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പൊ ഇങ്ങനെ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ഇങ്ങനെയല്ല സംഭവം, ഇങ്ങനെ ആയിരിക്കാം സംഭവം, ഭീകരാക്രമണമാണെന്ന് സംശയമാണ് എന്ന് പറയുകയാണ്. എന്താണ് ഈ രാജ്യത്ത് ഇവന്മാരെ നിയന്ത്രിക്കാൻ ഒരു നിയമമില്ലാത്തത്? സുപ്രീം കോടതിയാണല്ലോ നമ്മളെ ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് നമ്മുടെ MPക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ നമ്മളെ ഭരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഇത് അമിത്ഷാ നിരോധിച്ച ഒരു ചാനലാണ്, ഇത് ബാൻ ചെയ്തതാണ്. അന്ന് DY ചന്ദ്രചൂഡൻ ആണ് ഇതിന്റെ ഒരു ബാൻ നീക്കിക്കൊടുത്തത്. സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ആയിരുന്നല്ലോ ദൈവം. അപ്പം ആ സുപ്രീം കോടതിയെ തന്നെ ഇവന്മാരിരുന്ന് തെറിവിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് അധികം ആയസില്ല അതിന്. കാരണം അത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാർത്ത നാഷണൽ ലെവലിൽ നിന്ന് വരുന്നത് ഈ ഹമാസിന് ഇതിൽ പങ്കുണ്ടായെന്നുള്ളതാണ്. കാരണം അത് പറയാൻ കാരണം ഹമാസ് ഈ അടുത്ത കാലത്തായി ISIS മൊഡ്യൂൾസുമായിട്ടാണ് അവരുടെ കണക്ഷൻസ് കൂടുതൽ പോകുന്നത്. അതായത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പാക് അധിനിവേശ കാശ്മീർ, ന്യൂസ് ഇന്ത്യ മലയാളം അതിന്റെ വിഷ്വൽ അടക്കം നമ്മൾ ആ വാർത്ത ചെയ്തിരുന്നു. ഹമാസിന്റെ നേതാക്കൾ പാക് അധിനിവേശ കാശ്മീരിൽ എത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്നതും കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കുമെന്നാണ് അന്ന് ഹമാസിന്റെ ഒരു ലീഡർ ഈ പാക് അധിനിവേശ കാശ്മീരിൽ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. അപ്പം അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ ഹമാസിന് കഴിയുന്നുണ്ടെങ്കിൽ ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിലടക്കം ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം തന്നെ നമുക്ക് കരുതാൻ. നമുക്കറിയാം ഈ ഒരു വാർത്ത വരുന്നതിന് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇറങ്ങിയിരുന്നു. അതിനകത്ത് പാകിസ്ഥാനിൽ ഹമാസിന്റെ കാശ്മീർ പതാക, കാശ്മീർ മോഡൽ, ഹമാസിന്റെ തന്നെ കാശ്മീർ മോഡൽ പതാക വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റൊക്കെ ഇറങ്ങിയിരുന്നു, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ് മുമ്പൊക്കെ.
അപ്പം അങ്ങനെയുള്ളവരുണ്ട്. ഹമാസിന്റെ ലീഡർമാരെ ഈ അടുത്ത കാലത്തായിട്ട് വലുതായിട്ട് ജമാഅത്ത് ഇസ്ലാമി അവരുടെ പരിപാടികളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞത് 2023 അവരൊരു പരിപാടിക്ക് ഓൺലൈനിൽ കൂടെ ഹമാസിന്റെ ലീഡർ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഈ രാജ്യത്തെ ഒരു കൊടും വിഷം എന്ന് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനായ നമ്മുടെ MLA ശ്രീ KT ജലീൽ, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ സഹയാത്രിയാണ്, പഴയ സിനി നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ രാജ്യത്തെ കൊടും വിഷം എന്ന് പറയുന്നത് ഈ മീഡിയ വൺ ചാനലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എപ്പോഴൊക്കെ ഈ രാജ്യം ദുഃഖിക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, ആ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേക മനസ്ഥിതി ഉള്ളവരാണ് എന്നുള്ളതാണ്. പക്ഷെ അത് എന്താണ് അവർക്ക് ഇത്രയും ആവേശം വന്നതെന്ന് ചോദിച്ചാൽ, പോപ്പ് പ്രസിഡന്റ് നിരോധിച്ചതോടുകൂടി പോപ്പ് പ്രസിഡന്റിന്റെ വലിയൊരു വിഭാഗം അണികളും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗം ചേരുകയും അങ്ങനെയാണ് അവർക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ അടക്കം വലിയ വയലന്റായ രീതിയിൽ സമരം നടത്താനും ഈ തീവ്രവാദികളെ ഉയർത്തി കാണിക്കുവാനും ഒക്കെ അവർക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു ചിത്രവും മറ്റും ഉയർത്തിപ്പിടിച്ചത് നെഞ്ചു പിരിച്ച് നടക്കാൻ അവർക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. മുൻകാലങ്ങളിലൊന്നും ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ വളരെ സൈലന്റ് ആയിട്ടാണ് ഇവരുടെ ഈ കുത്തിത്തിരിപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരോട് വന്നതിന് ശേഷമാണ് ഈ വർദ്ധിത ധീരത്തോടു കൂടി തന്നെ എല്ലായിടവും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും, അതായത് നമുക്കറിയാം ഈ ഹമാസുകാർ കെട്ടുന്ന ബാൻഡൊക്കെ കെട്ടിക്കൊണ്ടാണ് ഇപ്പൊ അവർ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇന്നും തുടങ്ങിയത് പൗരത്വ ഭേദഗതി സമരമായാലും എന്ത് സമരമായി, ഈ രാജ്യം എന്നൊക്കെ അപകടത്തിൽ പോകുന്നുണ്ടോ, ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയൊക്കെ ദുഃഖിക്കുന്നുണ്ടോ, ഈ രാജ്യത്തിന് എന്നൊക്കെ ഒരു കഷ്ടകാലത്തിലേക്ക് പോകുന്നുണ്ടോ, അന്നൊക്കെ ഈ വിഷം തുപ്പുന്നു, നമ്മളെയൊക്കെ അവർ പറയുന്നത് വിഷം തുപ്പുന്ന യൂട്യൂബേഴ്സ് എന്നാണ് പറയുന്നത്. അതിനേക്കാൾ നികൃഷ്ടമാണ് ഇവര്. നമ്മളൊക്കെ പച്ചയ്ക്ക് ഒരിക്കലും അത് പറയാറില്ല. നമ്മുടെ രാജ്യം പ്രതിസന്ധിപ്പെടും. നമ്മൾ ആരും ഈ ചാനലിൽ ഇരുന്ന് ഒരു മുസ്ലിമിനെ നമ്മൾ കുറ്റം പറയാറില്ല, ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ കുറ്റം പറയാറില്ല. പകരം ഇതിനകത്തുള്ള തീവ്രവാദികളെ തുറന്നു കാണിക്കുകയും പറയുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. കാരണം നമ്മുടെ പോളിസി അല്ല. കാരണം ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും എല്ലാം തന്നെ ഒന്നുപോലെ തന്നെയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഭീകരവാദികളെല്ലാം മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. ഇപ്പൊ തന്നെ ഇത് ഇത്രയും വൈകാരികമായി മാറാനുള്ള കാരണം ഈ ഭീകരവാദികൾ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിച്ചു കൊന്നു. അതിലൊരു ക്രിസ്ത്യാനിയുണ്ട്, ഒരു സുശീൽ നഥയിൽ എന്ന് പറയുന്ന ആൾ, ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിട്ടുണ്ട്. അയാളുടെ ഭാര്യയുടെ ബൈക്ക് ഉൾപ്പെടെയാണ് നമ്മൾ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനി അദ്ദേഹത്തോട് ചോദിച്ചത് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജെന്നിഫർ പറയുന്നത്. എന്തായാലും നമ്മൾ ആ ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ മതം നോക്കി തന്നെ കൊലപ്പെടുത്തൽ നടത്തുകയായിരുന്നു ചെയ്തത് ഈ കാശ്മീരിൽ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വരുമ്പോഴാണ് സ്വാഭാവികമായി തന്നെ അയ്യോ ഇവരിങ്ങനെയാണോ, ഈ വിഭാഗം ഇങ്ങനെയാണെങ്കിൽ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുമായിരിക്കും. പക്ഷെ അതിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഇതിനൊക്കെയുള്ള ചാനലുകൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് മാക്സിമം വെറുപ്പിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് ഇവരുടെ ശ്രമം. പക്ഷെ ഇപ്പോഴും 10ാം സ്ഥാനത്താണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും ഈ ചാനലിന് നെഞ്ചേറ്റാൻ കേരളം തയ്യാറാകുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ പാൽപായസത്തിൽ ഒരു തുള്ളി വിഷം കലർന്നാ മതിയല്ലോ ചേട്ടാ, ഒരു തുള്ളി വിഷം പോരെ പാൽപായസത്തിൽ. 10ാം സ്ഥാനത്തായിരുന്നാലും 11ാം അല്ല സ്ഥാനത്തായിരുന്നാലും. ഞാൻ ഇവര് പറയുന്നത് മഹത്തായ കാര്യമാണെങ്കിൽ അവർ കുറഞ്ഞ ഒരു 5ാം സ്ഥാനത്തെങ്കിലും വരേണ്ടതായിരുന്നു റേറ്റിംഗിൽ. ഏതായാലും അതിനൊക്കെ വളരെ താഴെയാണ്, 10ലാണ്. കാരണം 10 ചാനലേ ഉള്ളൂ ന്യൂസ് ചാനൽ, 10ാമതാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അധികം വൈകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ബാൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരുപാട് ലിങ്ക്സുകൾ സർക്കാരിന്റെ പക്കൽ ഉണ്ട്. അതായത് ബംഗ്ലാദേശിൽ നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ തമ്മിലുള്ള ലിങ്കുകൾ, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ലിങ്കുകൾ, ഇതൊക്കെ നേരത്തെ തന്നെ എടുത്തു. അതിന്റെയൊക്കെ കൂടെ ഒരു അടിസ്ഥാനത്തിലായിരുന്നു അന്ന് മീഡിയ വണ്ണിൽ ബാൻ കൊടുത്തത്. പക്ഷെ നമ്മുടെ പരമോന്നതമായ സുപ്രീം കോടതി ആ ബാൻ നീക്കം ചെയ്യുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരം DY ചന്ദ്രചൂഡൻ വാദിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് DY ചന്ദ്രചൂഡൻ പുകഴ്ത്തി പറഞ്ഞ് ഇവര് തന്നെ അയോധ്യ വിധി വന്നപ്പോൾ ചന്ദ്രചൂഡനെ ഇകഴ്ത്തി പറയുകയും ചന്ദ്രചൂഡൻ ഗണേശോത്സവത്തിൽ പങ്കെടുത്തു, ഗണപതി പൂജ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇകഴ്ത്തി പറയാം. അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചന്ദ്രചൂഡ് എടുത്ത പല വിധികളും നമ്മൾ നോക്കുമ്പോൾ ഇതിലടക്കമുള്ള ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹികൾക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നല്ലോ ഇപ്പൊ കാണുന്നത് ഈ ഇന്ന് വിഷം തുപ്പുന്നത്. അങ്ങനെ അന്ന് ബാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വിഷത്തുപ്പിൽ കാണേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അതിനെ കേരളത്തിലെ ജനം അതിനെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിൽ കേരളത്തിലെ ജനം എന്നുള്ളതല്ല, മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ വലിയ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ചാനലിനെതിരെ. അതാണ് ഇത് ഏറ്റവും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന സംഭവം. അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ വലിയ എതിർപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പണ്ടേ അവർക്ക് കണ്ടുകൂടാം. അവർ പറയുന്നത് ഈ ഒരു എന്താ പറയുക, ഈ
എന്താണ് ബുദ്ധി കുറഞ്ഞവരാണെന്ന് അവർ പറയുന്നത്. കാരണം ഇവര് ബുദ്ധിയുള്ളവരാണെന്ന് ഉം. പറയുമ്പോൾ ഇവര് ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അവരെപ്പോഴും പറയുന്നൊരു കാര്യം, ഇന്ത്യ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്, ദില്ലിയിൽ സുൽത്താൻ ഭരിച്ചില്ലേ, അതെ അതുകൊണ്ട് ഇനിയും അതെ അതെ ഇന്ത്യക്ക് അതെ അന്ന് അതെ. വല്ല കുഴപ്പവും ഞാൻ ഇന്ത്യക്ക് കേട്ടിട്ടുള്ളത് ഉണ്ടാകും. എന്താ അറിയോ, ഈ അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന്മാര് ഉം. ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവന്മാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് അപ്പൊ അവര് പറയുന്നത് ഇന്ത്യ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടില്ല, അന്ന് ഇന്ത്യക്ക് വല്ല കുഴപ്പമാണ്. അന്ന് ഇന്ത്യ ഇല്ല, ഇവന്മാര് കൊള്ളയടിക്കാൻ വേണ്ടി കയറി വന്നതാണ് ഇവിടെ, കൊള്ളയടിച്ചിട്ട് പോയി. അപ്പം അവന്മാര് തമ്മിൽ തല്ലായിരുന്നു. അച്ഛനെ കൊന്നിട്ട് മോൻ കയറും, മോനെ കൊന്നിട്ട് അടുത്ത ആള് കയറും, പിന്നെ ഒരാളുടെ ഭാര്യ അമ്മ തന്നെ പലരും പങ്കിടും. ഇതൊക്കെയായിരുന്നു ഇവരെ ചെയ്തുകൊണ്ടിരുന്ന കലാപരമായ കാര്യങ്ങൾ. അപ്പൊ സുൽത്താൻമാർ ഭരിച്ചിട്ടില്ല ഈ രാജ്യത്ത്. അന്ന് ഈ രാജ്യമില്ലല്ലോ, ഈ ഓരോ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുകയായിരുന്നു ചെയ്തത്, അക്ബർ ആയാലും ബാബർ ആയാലും ഒക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഇനിയും ഒരു മുസ്ലിം ഭരണം വരുമെന്നാണ് ഇവരുടെ അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ചത്. ഇന്ത്യയിൽ ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യം വരില്ല. ഇസ്ലാമിക രാജ്യം വരുത്താൻ ഇവർക്ക് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും സാധിച്ചിട്ടില്ല. ഇവർക്ക് ഉം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നേരെ ചൊവ്വേ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ കഴിയാത്തവരാണ് ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ വരും. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അത് എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് ഇപ്പൊ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളുള്ള രാജ്യം ഇന്ത്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ പ്രകടനം നടന്നത് എവിടെയാണ്? പ്രതിഷേധ പ്രകടനം കാശ്മീരിലാണ് നടന്നത്, ജമ്മു കാശ്മീരിലാണ് അതെ അതെ പ്രതിഷേധ അതെ. പ്രകടനം നടന്നത്. ആ രാത്രി തന്നെ മെഴുകുതിരിയുമായിട്ട് രംഗത്തിറങ്ങിയവരെ നമ്മൾ കണ്ടു. ശ്രീനഗറിലാണ് നടന്നത്. ശ്രീനഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ കളിത്തത്തിലാണ് ഈ ഭീകരന്മാരുടെ. അവിടെയാണ് നടന്നത്. അവിടുത്തെ ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർമാര് പോയ വാഹനം, ആ വാഹനം ഇങ്ങനെ വഴിയിൽ നിൽക്കുമ്പോൾ നാട്ടുകാർ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് പറയുന്നു, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളൊപ്പമാണ്, നിങ്ങൾ ഒരിക്കലും ഭയക്കരുത് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ. ഒരുപക്ഷെ ജമ്മു ഉം. കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 35 വർഷങ്ങൾക്ക് ശേഷം സംയുക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ബന്ദ് ആചരിച്ചത്. അവിടെ ഒരാളും അതെ. ആഹ്വാനം ചെയ്തതല്ല. കടകൾ അടഞ്ഞു കിടന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഇപ്പൊ ദളിത് നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് ഈ തീവ്രവാദികളിൽ നിന്ന് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് മുസ്ലിംസ് ആയിരുന്നു. നമ്മുടെ ഈ കൊച്ചിയില് ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ മകള് അല്പനിമിഷം മുമ്പ് മീഡിയാസിനോട് സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത്, എനിക്ക് അവിടെ നിന്ന് രണ്ട് സഹോദരന്മാരെ കിട്ടി. രണ്ട് മുസ്ലിങ്ങളാണത്. അവരുടെ രണ്ട് ഉം. ഡ്രൈവർമാരുടെ ഉം. കാര്യമാണ് പറഞ്ഞത്. എനിക്ക് രണ്ട് സഹോദരന്മാരെയാണ് കിട്ടിയത് എന്റെ കാശ്മീരിൽ നിന്നുള്ള ഉം. എന്റെ സഹോദരൻ. കാരണം അവരതിന് വിശദീകരിച്ച് പറയുന്നുണ്ട്. കാരണം ഈ ഇൻസിഡന്റ് ഉം. ഉണ്ടായതിന്റെ അടുത്ത് തന്നെ ഇവരെ വാഹനത്തിൽ കൊണ്ടുപോകുക മാത്രമല്ല, മോർച്ചറിയിൽ എത്തിക്കാനായാലും ഇവരുടെ എ ടു ഇസഡ് കാര്യങ്ങൾക്ക് ഈ രണ്ടുപേരാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ അവസാനം ഈ കുട്ടി എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ അവരോട് ബൈ പറയുമ്പോൾ അവർക്ക് പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, അള്ളാഹ് നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് കാശ്മീരികൾക്ക് ഉണ്ടായ വകതിരിവ് പോലും ഇവന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. കാശ്മീരികൾക്ക് അതെ. വകതിരിവ് പോലും ഇല്ല. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് സാധാരണ ചില ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധി പോലും എന്ത് ഡീസന്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നില്ല. അദ്ദേഹം ഒരു അതെ പ്രതിപക്ഷ അതെ. നേതാവ് എന്നുള്ള നിലയിൽ തന്നെ ശ്രീ അമിത്ഷായെ വിളിക്കുന്നു കാര്യങ്ങൾ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, എവിടെ പറയണമെന്നും അറിയാൻ മേല. അവരുടെ പോസ്റ്റുകളും പ്രസ്താവനകളും ഒക്കെ അത് അനുചിതമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ അതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം രാഷ്ട്രമാണ് മുഖ്യം, രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കാണ്. അതിൽ നമ്മുടെ രാജ്യം എടുക്കുന്ന എന്ത് നിലപാടിന് നമ്മൾ ഉറച്ചു നിൽക്കുക, അതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ എം കെ സ്റ്റാലിൻ, നരേന്ദ്രമോദി നഖശികാന്തം എടുക്കുന്ന എം കെ സ്റ്റാലിന്റെ പോലും സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, രാജ്യം ഉം. എന്ത് നിലപാടെടുത്താലും ശക്തമായി തിരിച്ചടിക്കണം, അതിൽ എന്ത് നിലപാടെടുത്താലും ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും. അത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തിന്റെ പൾസ് അറിഞ്ഞിട്ടാണ് പറയുന്നത്. ഈ രാജ്യത്തിന്റെ അതെ ജനങ്ങളുടെ അതെ. വികാരം അറിഞ്ഞിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പറയുന്നത്. ജനം ഈ സർക്കാരിന് എതിരാണെങ്കിൽ, സർക്കാരിന് പാകിസ്ഥാനെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരു ജനമായിരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒക്കെ തിരിച്ചു പറഞ്ഞേനെ. പക്ഷെ എന്തുകൊണ്ടാണ് അവര് അതെ. ഇങ്ങനെ പറയാൻ കാരണം? ജനത്തിന് ഒരൊറ്റ മൈൻഡേ ഉള്ളൂ, തിരിച്ചടിക്കണം, അതിനെ ഇല്ലാതാക്കണം എന്നൊരു ഒറ്റ മൈൻഡ് മാത്രമേ ഉള്ളൂ. ഒരു സഹതാപവും പാകിസ്ഥാൻ അർഹിക്കുന്നില്ല എന്നൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ആ ഇതിനിടയിലാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ അനുയായികൾക്ക്, ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയൊരു വിഭാഗത്തിനെ സന്തോഷിപ്പിച്ച് നിർത്തുക. പാകിസ്ഥാൻ ചെയ്യുന്ന അതേ പണി തന്നെയാണ്. പാകിസ്ഥാൻ അവരുടെ ജനത്തിനെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മിസൈൽ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ്, ഞങ്ങളിപ്പോ ബോംബ് ഇടുമെന്ന് പറയുന്നു. ഇതേപോലെ അത് അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ തിരിക്കുന്നത് മൂലം ഒരു വലിയ വിഭാഗം ഉം. ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഇപ്പൊ നമ്മുടെ കൂടെ വരും. ഈ ഭരണം ഈ ഭരണം പോകാൻ പോകുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരിക്കലും ഇത് ഇസ്ലാമിക രാജ്യമാകില്ല. കാരണം ഇത് ഒരു മതത്തിന്റെ രാജ്യമായി മാറില്ല ഈ രാജ്യം. കാരണം ഈ രാജ്യത്തിന് ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ തന്നെയാണ് ഇത് പോകുന്നത്. അതിനെ നമുക്ക് തകർക്കാൻ കഴിയില്ല. ഒരു നരേന്ദ്രമോദിയോ ഒരു യോഗി ആദിത്യനാഥോ ഒരു അമിത്ഷായോ ഒന്നും അല്ല. ഇനി ആര് തന്നെ വന്നാലും, നാളെ കോൺഗ്രസ് വന്നാലും എന്താ ഇത് ഇസ്ലാമിക രാജ്യമാകൂ? ആകാൻ യാതൊരു സാധ്യതയും ഇല്ല. രാജ്യമാകണമെന്ന് കോൺഗ്രസ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനം ചിന്തിക്കണ്ടേ? അതൊന്നും ആകില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കാശ്മീരിലെ ജനം കുറച്ചൊക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ച് വരികയായിരുന്നു. അവര് കുറച്ചൊക്കെ ഉം. കഞ്ഞി കുടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു, അവർക്ക് ഇച്ചിരി വരുമാനം കിട്ടി. ഇപ്പൊ അമർനാഥ് തീർത്ഥയാത്ര തുടങ്ങുകയാണ്. ആ തീർത്ഥയാത്ര തുടങ്ങുമ്പോൾ
ഇതിന്റെ ഈ കൂടുതലും ഈ തീർത്ഥാടകർക്ക് സഹായവും എത്തുന്നത് നാട്ടുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പം ഒരുപാട് സഹായങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാറുണ്ട്. അപ്പം അവരുടെ എല്ലാം കൂടെ കഞ്ഞൂടിയാണ് ഒറ്റയടിക്ക് ഇല്ലാതാക്കി കഴിഞ്ഞത്. മുട്ടിച്ചു കാരണം കളഞ്ഞു. പൊടിയും മാറാനെയും പിടിച്ച് കിടന്നിരുന്ന അവരുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരെ അവർ തുറന്നു. ഈ എന്താണ് ഹോട്ടൽസ് ആയാലും ഒക്കെ എല്ലാം പൂട്ടിപ്പോയല്ലോ ഒറ്റയടിക്ക്. അവിടെ ഈ താമരയുടെ മുകുളങ്ങൾ വിറ്റ് ജീവിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു, താമര മുകുളങ്ങൾ വിറ്റിട്ട് അത്. അപ്പം എല്ലാം ഒറ്റയടിക്ക് ഒരു 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 സ- ഒരു ഒരു കാശ്മീരിലെ ജനത്തിനെ മുഴുവൻ, അതുകൊണ്ടാണ് അവർ പ്രതിഷേധമായിട്ട് ഇറങ്ങിയത്. ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഇത്തരം മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ കാശ്മീരിലെ ജനങ്ങളുടെ ഒരു ആ ഒരു ഔചിത്യ ബോധം നമ്മൾ കാണിക്കണം എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ. കാരണം ആ ആ ഒരു സംഭവം നടന്നിടത്ത ജനങ്ങളുടെ, അവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു വികാരമെങ്കിലും ഇവരൊക്കെ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ഹമാസിനെ നിരോധിക്കാൻ ഒരുങ്ങുന്നുവെന്ന മറ്റൊരു വാർത്ത കൂടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ ഒന്ന് നിരോധിക്കണം എന്നുള്ളൊരു അപേക്ഷയെ മുന്നിലേക്ക് വെക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.